Good morning, sir. Yes, good morning. Good morning, sir. Yes, good morning. Good morning, Anshaya. Good morning, Sudhi. Ashili, good morning. Arya Vijay, good morning. Nimmi Jos, good morning. Nimmi ka kanaka parana alilla ina Nimmi. Yes, Nimmi. അടിണ്ടായിരുന്നില്ല സാറേ തൊണ്ടയ്ക്ക് വയ്യായിരുന്നു. Oh yes, no problem. Yes. Okay. അപ്പൊ ഇനി നമ്മള് അധികം നാളങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല അല്ലേ? HA14 അവസാനിക്കാറായി. ഇനി അടുത്തത് അവസാനിക്കുന്നത് എന്താണ്? HA15 ആണ്. യെസ്. അപ്പൊ ആരംഭിച്ചാലോ? Let us start. Yes, sir. Okay, Tansiya. Okay, Sudhi, let us start. Okay. Okay, Hira, let us start. Vignesh, okay, good morning, Vignesh. Yes. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കണ്ടീഷണൽ സെന്റൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ കണ്ടീഷണൽ സെന്റൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു അതിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ എന്താണ് മെയിൻ ക്ലോസ്, എന്താണ് സബോർഡിനേറ്റ് ക്ലോസ്, ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തു തന്നിരിക്കുന്നതിൽ സബോർഡിനേറ്റ് ക്ലോസും മെയിൻ ക്ലോസും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. തന്നിരിക്കുന്നതിൽ സബോർഡിനേറ്റ് ക്ലോസ് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അപ്പുറത്ത് ഫ്യൂച്ചർ വരും. സബോർഡിനേറ്റ് ക്ലോസ് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അപ്പുറത്ത് കണ്ടീഷണൽ ഫോം വരും. ഇത് രണ്ടെണ്ണമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പറഞ്ഞത്. അപ്പൊ അതിന് നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു. നിങ്ങളുടെ മകള് 10ാം ക്ലാസ്സിലേക്ക് ആകുന്നു. 10ാം ക്ലാസ്സിലേക്ക് ആയി കഴിയുമ്പോൾ അവനോട് പറയുന്നു, ഇഫ് യു സ്റ്റഡി യു വിൽ പാസ്. നീ പഠിക്കുകയാണെങ്കിൽ പാസ്സാകണ്ട. ഇഫ് യു സ്റ്റഡി യു വിൽ പാസ്. അത് കഴിഞ്ഞതിന് ശേഷം 10ാം ക്ലാസ് റിസൾട്ട് വന്നു, തോറ്റു. അപ്പോ നമ്മൾ പറയുന്നു നീ പഠിച്ചിരുന്നെങ്കിൽ പാസ്സായി. അപ്പൊ ഇഫ് യു സ്റ്റഡീഡ് യു വുഡ് പാസ്. ഇഫ് യു സ്റ്റഡീഡ് യു വുഡ് പാസ് എന്നാണ്. വില്ല് വരുന്നത് വുഡ് വരുന്നത്. ഇനി നമ്മൾ അതിനകത്തോടെ അവശേഷിച്ചിട്ടുണ്ട്, അത് നമ്മൾ പറയുന്നു. അതായത് വീണ്ടും ഈ 10ന് തോറ്റ വേറെ ഈ പയ്യൻ വേറെ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പറയുന്നത് 10ാം ക്ലാസ് ജയിച്ചവർക്ക് അത് കിട്ടുള്ളൂ എന്ന് പറയുന്നു. അന്ന് അവനോട് പറയുകയാണെങ്കിൽ എങ്ങനെ പറയും? നീ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പാസ്സായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയല്ലേ പറയുള്ളൂ. യെസ്. അപ്പൊ നീ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നീ പാസ്സായിട്ടുണ്ടായിരുന്നില്ല. അതെങ്ങനെ പറയുന്നതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ. അപ്പൊ നമ്മള് ഒരു ക്യാപ്ഷൻ പോലെ അല്ലെങ്കിൽ ഒരു ഗുളിക പോലെ ക്യാപ്സൂൾ പോലെ ഈ ഒരു സംഗതി എപ്പോഴും ഓർത്തിരിക്കുക. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. ഇഫ് യു വർക്ക് ഹാർഡ് യു വുഡ് പാസ്. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഇഫ് യു ഹാഡ് had worked, WORKED. If you had worked, comma, dash, comma, dash. Okay, so ഞാനിവിടെ ഫില്ല് ചെയ്തിട്ടില്ല. അതിനുമ്പ് ചോദിക്കുകയാണ്, ഇഫ് യു ഹാഡ് വർക്ക്ഡ് എന്ന് പറയുമ്പോൾ അത് ഏത് ടെൻസ് ആണ്? സിമ്പിൾ പാസ്. ഒന്നുകൂടി ആലോചിക്കും. ഹാർഡ് വർക്ക് HAD ആണോ HRD ആണോ? HAD. അപ്പം പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പൊ കണ്ടീഷൻ ക്ലോസ് ആയിട്ട് വന്നിരിക്കുന്നത് എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അങ്ങനെ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് വന്നിരിക്കുന്നത് എങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം വേണ്ടത് ഫ്യൂച്ചർ പെർഫെക്റ്റ് എടുക്കുന്നത്. ഫ്യൂച്ചർ പെർഫെക്റ്റ്. അപ്പൊ എന്തായിരിക്കാം ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ? ഓക്കെ, താങ്ക്സ് ചെയ്യാം. ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ
സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് വില്ല് അല്ലെങ്കിൽ ഷാല് പിന്നെ വെർബ്, ആ വെർബിന്റെ ഫസ്റ്റ് പാർട്ടിസിപ്പിൾ, ഇതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ്. ആ ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ കണ്ടീഷണൽ ഫോം എഴുതണം. ആ ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ കണ്ടീഷണൽ ഫോം. അപ്പൊ കണ്ടീഷണൽ ഫോം എഴുതാൻ വേണ്ടി വേറെ ഒന്നും ചെയ്യില്ല. ആ വില്ലിന് പകരം വുഡ് ആക്കാം, ഷാലിന് പകരം എന്ത് ചെയ്യാം, ഷുഡ് ആക്കാം, ക്യാൻ ഉപയോഗിക്കരുത് വുഡ് ആക്കാം, മേ ഉപയോഗിക്കരുത് മൈറ്റ് ആക്കാം. വേറെ ഒന്നും ചെയ്യണ്ട, വേറെ ഒരു സ്ഥലത്ത് ഇത് മാറ്റില്ല. അപ്പൊ എന്ത് വരും? ഇഫ് യു ഹാഡ് വർക്ക് യു വുഡ് ഹാവ് പാസ്ഡ്, വുഡ് ഹാവ് പാസ്ഡ്, ഇങ്ങനെയാണ്. യെസ്, ഞാൻ ഇത് അനുസരിച്ച് അടിച്ചു, കറക്റ്റ് ആണ്. അപ്പൊ ഈ ഒരു സാധനം ഒരു ഗുളിക പോലെ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്, ഇഫ് യു വർക്ക് ഹാർഡ് യു വുഡ് പാസ്, ഇഫ് യു ഹാഡ് വർക്ക് യു വുഡ് ഹാവ് പാസ്. യെസ്, പലപ്പോഴും പല പരീക്ഷകൾക്കും ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഒരു സെന്റൻസ് തന്നിട്ട് പിന്നെ ഡാഷ് ഇട്ട്, സ്കൂളിലൊക്കെ നിന്ന് നോക്കിയാൽ കാണാം, ആ ഡാഷ് ഇട്ട സ്ഥലത്ത് ഈ നിയമം കൊണ്ട് കയറി വരും, ഈ മൂന്നെണ്ണത്തിൽ ഒരെണ്ണോട് കയറി വരും. യെസ്, ഈ മൂന്ന് നിയമത്തിൽ, നമ്മൾ ഈ പറഞ്ഞ നിയമത്തില് മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണയ്ക്ക് വരുന്നത്, അതായിരിക്കും അവരത് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് തരുന്നത്. യെസ്, അപ്പോ ഇതൊരു ക്യാപ്സ്യൂൾ പോലെ ഓർത്തിരിക്കുക. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്, ഇഫ് യു വർക്ക് ഹാർഡ് യു വുഡ് പാസ്, ഇഫ് യു ഹാഡ് വർക്ക്ഡ് യു വുഡ് ഹാവ് പാസ്. വർക്കില്ലല്ലോ, സിമ്പിൾ അല്ലേ? വെരി 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 സിമ്പിൾ. അപ്പൊ അതോടുകൂടി നമുക്ക് കണ്ടീഷൻ സെന്റൻസ് എന്നുള്ളത് നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. യെസ്, ഇത് നമുക്ക് ഒരു റിപ്പോർട്ട് സ്പീച്ചിന്റെ ഒരു കുറച്ച് കാര്യങ്ങളോട് പറയാം, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇനി ഞാൻ രണ്ട് വാചകങ്ങൾ പറയാം, നിങ്ങളത് ഫില്ല് ചെയ്യാം. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മളിപ്പോ 12 പേരുണ്ട്, 12 പേർക്ക് 12 ടൈപ്പ് ചെയ്യാം. ഓക്കെ, എഴുതിക്കോ. If you had come, come to my home, comma, dash, comma, dash. Okay, നിങ്ങൾ ഫില്ല് ചെയ്തോളൂ. If you had come to my home, നീ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഫില്ല് ചെയ്യും. ഫില്ല് ചെയ്യുമ്പോൾ കാര്യം ശ്രദ്ധിക്കേണ്ടത് വുഡോ കുഡോ ഷുഡോ ചേർക്കണം, പിന്നെ ഹാവ് ചേർക്കണം. അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കണം. അത് ശ്രദ്ധിച്ചാൽ മതി. വിഘ്നേഷ്, വുഡ് കഴിഞ്ഞിട്ട് ഹാഡ് ആയിപ്പോയി, ഹാവ് ചേർക്കുക. ഓക്കെ, ശ്രുതി കറക്റ്റ്. യു വുഡ് ഹാവ് ഈറ്റൻ ഡിന്നർ, കറക്റ്റ്. I would have played with you. ഇപ്പൊ കറക്റ്റ് ആയി വിഘ്നേഷ്. നിങ്ങളുടേതായ ഭാവനയിൽ എഴുതിക്കോളൂ. I would have treated you. ഓ ഓക്കെ, ആക്ച്വലി നല്ല ഭാഷകൾ വന്നിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്തത്. യെസ്, വെരി ഗുഡ്.
We would have watched the movie. Okay, answer correct. We would have watched the movie. Correct. ഞാൻ anything? Chance ചെയ്യാം. Nimmi Juice. I would have made you dinner. Okay. I would have met my friend. You would have met my friends. Okay, then see. Correct. You would have met my friends. Correct. Yes. Okay. അപ്പൊ അടുത്ത വാചകം പറയാം. If you had met him, if you had met him, comma, dash. പൂരിപ്പിച്ചോളൂ. Again, if you had met him, നീ അവനെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ. ബാക്കി നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ പൂരിപ്പിക്കാം. If you had met him. Okay, Vignesh, correct. Yes, Sudhi, very good. We would have told our college stories. Yes. അപ്പൊ അവിടെ വി എന്നുള്ളത് പകരം സി എന്നാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി കറക്റ്റ് ആയി. അവൻ പറഞ്ഞേന്. ഓക്കെ, സെന്റൻസ് കറക്റ്റ് ആണ്. ഓക്കെ, if you had met him, നീ അവനെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ. We would have shared the memories. Okay, actually, correct. He would have beaten you. Oh, okay, answer. Yes. You would have known the truth. Okay, Nimi. Yes. Very good. നീ സത്യം അറിഞ്ഞേനെ. Yes. Yes. Oh, very good. You might have changed your mind. Okay, Nimi. ഭാവന ഇടല്ലെങ്കിൽ. യെസ്, അപ്പൊ സിമ്പിൾ ആണല്ലോ. ഓക്കെ ജിമ്മി. യെസ്, അപ്പൊ സിമ്പിൾ ആണല്ലോ. യെസ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആദ്യം ഒരു ഡാഷ് തരികയും പിന്നീടുള്ളത് പറയുകയും ചെയ്തു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, എന്താണ് ചെയ്യേണ്ടത് പഠിക്കും. അപ്പൊ ആദ്യം എഴുതിക്കോ, ഡാഷ് ഡാഷ്.
comma. I would have met him. I would have met him. Yes. അപ്പൊ എന്തോ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ബാലൻസ് ആണ് I would have met him. ഞാൻ അവനെ കണ്ടേനെ. ഞാൻ അവനെ കണ്ടുമുട്ടിയേനെ. അപ്പൊ ആദ്യം പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പൊ ആദ്യം പറഞ്ഞത് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോളണം. ഇപ്പുറത്ത് വുഡും ഹാവും വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ അപ്പുറത്ത് എന്ത് പറ്റും? ഹാഡും വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ടാവും. യെസ്. ഇഫ് അവർ ഇഫ് കൂടി ചേർത്തോളൂ. ആക്ച്വലി ഇഫ് ഐ ഹാഡ് ഗോൺ ദെയർ. കറക്റ്റ് ആണ്. Okay, Vignesh. Okay, actually, correct. Had കഴിഞ്ഞ കാര്യം പാസ്റ്റ് പാർട്ടിസിപ്പിൾ കം തന്നെയാണ്. കം ചെയ്യും കം. അപ്പൊ പ്രസന്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒരുപോലെ തന്നെയാണ്. പാസ്റ്റ് ടെൻസും മാത്രം വ്യത്യാസമില്ല. അപ്പൊ ആ ചെയ്യുന്നുള്ളത് മാറ്റിയിട്ട് കം ആയിരിക്കും. ശരിയാണ്. യെസ്. ഓക്കെ, കറക്റ്റ്. മരിയ കറക്റ്റ്. ഓക്കെ ശ്രുതി കറക്റ്റ്. Okay, answer correct. If I had waited, if he had come to the party, okay, then say correct. Okay, Nimi correct. If I had gone there, I would have met him. Correct. Okay, here correct. If you had reached there, correct. Yes. Okay, that's here. Yes. അപ്പൊ ഈ മോഡൽ ഞാൻ വേറെ ഒന്നുകൂടി പറയുന്നു. ആദ്യം ഒരു ഡാഷ്, കോമ, അത് കഴിഞ്ഞതിന് ശേഷം എഴുതുക യു വുഡ് ഹാവ് reached, REACHED, reached there, 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 early, EARLY. You would have reached there early, EARLY. You would have reached there early, EARLY. Yes. Okay. Sudeep. Okay, so okay, we can follow. If he had got a taxi, അവന് ടാക്സി കിട്ടിയിരുന്നെങ്കിൽ അല്ല വളരെ. Okay, then here.
Yes. If you are okay, Kira, correct. Yes. ഇനി ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ കണ്ടീഷണൽ സെന്റൻസ്. അവസാനിപ്പിക്കുമ്പോൾ വേറെ എപ്പോഴെങ്കിലും നിങ്ങളത് വായിച്ചു മനസ്സിലാക്കുമ്പോൾ അന്നേരത്തെ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി അതൊരു എക്സെപ്ഷൻ ഉള്ളത് ഞാൻ പറയണം. അത് നിങ്ങൾ മനസ്സിൽ ഓർമ്മയിലുണ്ടായാൽ മതി. അപ്പൊ നമ്മൾ നോക്കിയേ, ഞാൻ ഇവിടെ 3 കണ്ടീഷൻ പറഞ്ഞു. ഇഫ് യു വർക്ക് യു വിൽ പാസ്, ഇഫ് യു വർക്ക് യു വുഡ് പാസ്, ഇഫ് യു ഹാഡ് വർക്ക് യു വുഡ് ഹാവ് പാസ്. 3 പറഞ്ഞില്ലേ? അതിൽ ആദ്യത്തെ പറഞ്ഞത്, അതായത് പ്രസന്റ് ടെൻസ് ആണെങ്കിൽ അപ്പുറത്ത് ബില്ല് വരുമെന്ന് പറഞ്ഞില്ലേ, അതിന് പറയുന്ന പേരാണ് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയും. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഇത് കണ്ടീഷണൽ സെന്റൻസ് അല്ലേ, അതിന്റെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് അതാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞൊരു വാചകമുണ്ട്, അത് ഇഫ് യു വർക്ക്ഡ് WORKED പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ അപ്പുറത്ത് വുഡ് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ എഴുതുന്നതിനെ പറയുന്ന പേരാണ് സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയും. സെക്കൻഡ് കണ്ടീഷൻ. ഈ മൂന്നാമത് ഞാൻ പറഞ്ഞു ഇഫ് യു ഹാഡ് വർക്ക് യു വുഡ് ഹാവ് പാസ്ഡ്. പാസ്റ്റ് പെർഫെക്റ്റ് വരുമ്പോൾ അപ്പുറത്ത് ഫ്യൂച്ചർ പെർഫെക്റ്റ് വരും എന്നുള്ളത്. അതിനെ പറയുന്ന പേരാണ് തേർഡ് കണ്ടീഷൻ. അപ്പോ ഈ കണ്ടീഷൻ സെന്റൻസിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്, സെക്കൻഡ് കണ്ടീഷൻ എന്താണ്, തേർഡ് കണ്ടീഷൻ എന്താണ് എന്നാണ് ഇതിനെ പറയുന്നത്. വിൽ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുമ്പോൾ അത് ഫസ്റ്റ് കണ്ടീഷൻ എന്നും, പാസ്റ്റ് ഉപയോഗിക്കുമ്പോൾ സെക്കൻഡ് കണ്ടീഷൻ എന്നും, ഹാഡ് ഉപയോഗിക്കുമ്പോൾ തേർഡ് കണ്ടീഷൻ എന്നും പറയും. തേർഡ് കണ്ടീഷൻ എന്ന് പറയും. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ കണ്ടീഷൻ ഉണ്ടല്ലോ, അത് മാത്രമാണ് ഒരു സാധ്യത ഉള്ളത്. സാധ്യത, പോസിബിലിറ്റി ഉള്ളത്. സെക്കൻഡിനും തേർഡിനും സാധ്യതയില്ല. കാരണം അത് സംഭവിച്ച് കഴിഞ്ഞതിന് ശേഷം പറയുന്നത്. ഇഫ് യു വർക്ക് യു വിൽ പാസ്. നീ പഠിക്കുകയാണെങ്കിൽ പാസ്സാകും. ഇത് പറയുന്നത് പഠിച്ചു തുടങ്ങുന്നതിനേക്കാൾ മുമ്പാണ്, അല്ലെങ്കിൽ പരീക്ഷ എഴുതുന്നതിന് മുമ്പാണ്. അപ്പൊ ഒരു സാധ്യതയില്ല. പഠിക്കുകയാണെങ്കിൽ പാസ്സാകും എന്ന് പറയുമ്പോൾ ഒരു സാധ്യതയില്ല. തോറ്റിട്ടാണ് മറ്റത് പറയുന്നത്, നീ പഠിച്ചെങ്കിൽ പാസ്സായാലേ. അപ്പൊ ഒരു സാധ്യതയുണ്ട ഇല്ല. അപ്പോ പഠിച്ചില്ല, അപ്പൊ അത് അൺറിയൽ ആണ്, ഒരിക്കലും നടക്കാത്തൊരു സംഭവമാണ് വേണ്ടത്. ഈ മൂന്നാമത്തത്, നീ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പാസ്സായിട്ടുണ്ടായിരുന്നേനെ, അതും അൺറിയൽ ആണ്. അതും കഴിഞ്ഞു പോയ സംഭവത്തെ കുറിച്ചല്ലേ പറയണേ. നീ പഠിച്ചില്ല, പാസ്സായില്ല. അപ്പൊ നമുക്ക് പറയാം ഫസ്റ്റ് സെക്കൻഡ് തേർഡില് ഫസ്റ്റ് മാത്രം ഒരു പോസിബിലിറ്റിയാണ്, സെക്കൻഡും തേർഡും എന്താണ്, അൺറിയൽ ആണ്, നടക്കാൻ സാധ്യതയില്ല എന്നുള്ള കാര്യമാണ്. യെസ്, അപ്പൊ അത് മനസ്സിലായില്ല. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ, സെക്കൻഡ് കണ്ടീഷൻ, തേർഡ് കണ്ടീഷൻ. ഇത് കൂടാതെ ഒരു കണ്ടീഷനും കൂടി ഉണ്ട്. അത് ഞാൻ പറയേണ്ടതെന്ന് വിചാരിച്ചതാണ്. പക്ഷെ നിങ്ങൾ ഇംഗ്ലീഷിൽ കുറച്ച് പേര് വളരെ മനോഹരമായിട്ട് അത് എഴുതി കഴിഞ്ഞതിന്റെ പേരിൽ അത് കൂടി ഞാൻ പറയുന്നു. അതിൽ പറയുന്ന പേരാണ് സീറോ കണ്ടീഷൻ എന്ന് പറയും. സീറോ കണ്ടീഷൻ. സീറോ കണ്ടീഷൻ. അപ്പോ ഞാനൊരു വാചകം പറയാം. എനിക്കോ ഇഫ് യു ബോയിൽ ബിയോ വേണ്ട, ബോയിൽ വേണ്ട, ഹീറ്റ് തന്നെ. ഇഫ് യു ഹീറ്റ് HEAT, ഹീറ്റ് വാട്ടർ, if you heat water, comma, dash. Okay. ഇവിടെ നോക്കി, if you heat water, വെള്ളം ചൂടാക്കുകയാണെങ്കിൽ, ശ്രുതി നോക്കി, ഹീറ്റ് പ്രസന്റ് ടെൻസ് അത് വെർബാണ് ഉപയോഗിച്ചത്. അപ്പൊ അപ്പുറത്ത് എന്ത് വരും? സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ്. 1 ലേക്ക് 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 1 ലേക്ക്
നമ്മൾ പറഞ്ഞിട്ടുള്ള നിയമം അനുസരിച്ച് എന്ത് വരും? വില്ല് വരണ്ടേ? വരണം അല്ലേ? ഓക്കെ 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 ഓക്കെ, കറക്റ്റ് ആണ് സിമി, കറക്റ്റ് ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ള നിയമം അനുസരിച്ച് വില്ല് വരണം. കാരണം ഇഫ് യു ഹീറ്റ് പ്രസന്റൻസ് ആണ്. ഇഫ് യു ഹീറ്റ് ഇറ്റ് വിൽ ബോയിൽ, നാൻസി പറയുന്നു. പക്ഷേ ഇറ്റ് വിൽ ബോയിൽ എന്ന് പറഞ്ഞത് തെറ്റാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു കൺഫ്യൂഷൻ വരും. സാറ് നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോഴത്തെ പ്രസന്റ് ആകുമ്പോൾ അപ്പുറത്ത് വില്ല് വന്നത്. അപ്പൊ പിന്നെ ഇവിടെ എന്താണ് ഇങ്ങനെ വന്നതെന്ന് പറയും. ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. അതാണ് നിങ്ങളുടെ എക്സെപ്ഷൻ മനസ്സിലാക്കിയാൽ മതി. ചില ജനറൽ ട്രൂത്ത് ഉണ്ട്, പൊതുവായിട്ടുള്ള സത്യം. അതിൻ്റെ അകത്ത് സിമ്പിൾ പ്രസന്റ് ഇപ്പുറത്ത് വന്നാലും അപ്പുറത്ത് സിമ്പിൾ പ്രസന്റ് വരാം, വില്ല് വരേണ്ടതില്ല. ചൂടാക്കിയാൽ വെള്ളം തിളക്കും എന്നുള്ളത് ഒരു ജനറലായ കാര്യമില്ലേ? അതിനകത്ത് എക്സെപ്ഷൻ ഇല്ലല്ലോ. അതൊരു ജനറൽ ട്രൂത്ത് ആണ്. അപ്പോ ജനറൽ ട്രൂത്ത് പറയുന്ന സ്ഥലത്ത് വില്ല് ചേർക്കേണ്ടതില്ല. അപ്പൊ ഇവിടെ എന്ത് ചെയ്താൽ മതി? ഇഫ് യു ഹീറ്റ് വാട്ടർ ഇറ്റ് ബോയിൽസ്, അത്രയും മതി. ഇറ്റ് വിൽ ബോയിൽ എന്നുള്ളത് വേണ്ടാന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് വേണ്ടാതെ വന്നത്? കാരണം ഇറ്റ് ഈസ് എ ജനറൽ ട്രൂത്ത് ആയതുകൊണ്ട്. അങ്ങനെയുള്ളതിനെ പറയുന്ന പേരാണ് സീറോ കണ്ടീഷൻ. അതിനുള്ളതിനെ പറയുന്ന പേരാണ് സീറോ കണ്ടീഷൻ. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക, സീറോ കണ്ടീഷൻ, ഫസ്റ്റ് കണ്ടീഷൻ, സെക്കൻഡ് കണ്ടീഷൻ, തേർഡ് കണ്ടീഷൻ. കിട്ടിയാലോ? യെസ്, സീറോ കണ്ടീഷനിൽ എന്തില്ല? ജനറൽ ട്രൂത്ത് പറയാവൂ, അതിൻ്റെ അകത്ത് വില്ല് ചേർക്കേണ്ടതില്ല. ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് പറയാം. ഇരിക്കും. if wind, wind, wind blows, 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 leaves, leaves, leaves. Okay, Ashley, yes. ആൻസു, ആഷ്ലി പറഞ്ഞാൽ മതി. ആഷ്ലി, ഞാൻ ഇത്ര പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. ഇഫ് വിൻഡ് ബ്ലോസ്, കാറ്റടിക്കുകയാണെങ്കിൽ ഇലകൾ അനങ്ങും. അപ്പൊ ലീവ്സ് വിൽ മൂവ് എന്ന് വേണോ അല്ലെങ്കിൽ ലീവ്സ് മൂവ് എന്ന് വേണം? ഇതാണ് ചോദ്യം. മൂവ്, വെരി ഗുഡ്. വിൽ മൂവ് എന്ന് വേണ്ട. കാരണം എന്താണ്? അതൊരു ജനറൽ ട്രൂത്ത് ആണ്. കാറ്റടിച്ചാൽ ഇലകൾ അനങ്ങുമെന്നുള്ളത് ജനറൽ ട്രൂത്ത് ആണ്. അപ്പൊ അത് സീറോ കണ്ടീഷനാണ്. സീറോ കണ്ടീഷനില് വില്ല് ചേർക്കേണ്ടതില്ല. പിടികിട്ടിയല്ലോ? അപ്പൊ ഞാൻ ഈ കണ്ടീഷൻ സെന്റൻസ്, അപ്പൊ ഞാൻ ടെൻസ് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പാസീവ് വോയിസിനെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഈ കണ്ടീഷൻ സെന്റൻസിനെ കുറിച്ച് പറഞ്ഞു. ആ കണ്ടീഷൻ സെന്റൻസിനെ കുറിച്ച് പറഞ്ഞത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഉപകാരപ്പെടുക, നിങ്ങൾ വേറെ വലിച്ച കുട്ടികളെയൊക്കെ പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളൊരു സെന്റൻസ് എഴുതുകയോ ഒക്കെ വന്ന സമയത്ത് ഇതൊക്കെ ഉപകാരത്തിൽ കൊള്ളും. ഇത് ഈ കണ്ടീഷനിൽ അങ്ങനെ പോകും. കറക്റ്റ്. സീറോ കണ്ടീഷൻ, ഫസ്റ്റ് കണ്ടീഷൻ, സെക്കൻഡ് കണ്ടീഷൻ ആൻഡ് തേർഡ് കണ്ടീഷൻ. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോ അത് അവസാനിപ്പിക്കുക. ഓക്കെ. Yes. I am going to ask you some questions. Yes. അപ്പൊ നിങ്ങളുടെ ചോദ്യത്തിൽ, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന്റെ നിങ്ങളുടെ ഉത്തരത്തിന്റെ ഫസ്റ്റ് ലെറ്റർ ജെ എന്നായിരിക്കണം. ജോബ്. യെസ്. ഇനി സെക്കൻഡ് ലെറ്റർ എന്തായിരിക്കണം? എ എന്നായിരിക്കണം.
എ ആര്യ. അപ്പൊ ഫസ്റ്റ് ലെറ്റർ ജെ, സെക്കൻഡ് ലെറ്റർ എ. ജെയിൽ ആരംഭിക്കുന്ന രീതിയിൽ നിങ്ങൾ ഉത്തരങ്ങൾ പറയാം. യെസ്, ഓക്കെ. യെസ്, ആണ്. A playing card, PLAYING. A playing card, ranking, RANKING. Oh, ഈ വിഘ്നേഷിനെ കൊണ്ട് പറയിപ്പിക്കില്ല. വിഘ്നേഷ്, താൻസിയ, ശ്രുതി. വിഘ്നേഷ്, താൻസിയ ആൻഡ് ശ്രുതി. കറക്റ്റ് ആൻസർ ആണ്. ജാക്ക്. അപ്പൊ ഞാൻ ഇന്നലെ എൻ്റെ ഒരു മറ്റേ റമ്മിയൊക്കെ കളിക്കുന്നവരുടെയൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. എ പ്ലേയിങ് കാർഡ് റാങ്കിങ് നെക്സ്റ്റ് ബിലോ എ ക്യൂൻ. അപ്പൊ അതിന്റെ താഴെ വരുന്നത് ആരാണ്? ജാക്കാണ്. ജാക്ക്. യെസ്, അടുത്തത്. എ പ്ലേസ് ഫോർ ദ പീപ്പിൾ അക്യൂസ്ഡ് ഓർ കൺവിക്റ്റഡ് ഓഫ് ക്രൈം. For the people accused, Vignesh, Anshu, Ashley. Vignesh, Anshu, Ashley. Yes, ഞാൻ എഴുതാൻ വിട്ടുപോയാലും പറഞ്ഞോണേ. Ashley. Yes. Okay, then see here. Yes. Hira. പെട്ടെന്ന് വന്നു പോകുന്നോണ്ട് ചിലപ്പോ കോണ്ടാക്ടിൽ വന്നിരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, യെസ്. അടുത്തത്. എ ഡിസൈപ്പിൾ ഓഫ് ജീസസ്. എ ഡിസൈപ്പിൾ ഓഫ് ജീസസ്. ജയിക്കും. ശ്രുതി, താൻസിയ, ഹീര. ശ്രുതി, താൻസിയ ആൻഡ് ഹീര. ഞാൻ ഉദ്ദേശിച്ചത് ജെയിംസ് ആണ് കേട്ടോ. യെസ്. അടുത്ത. എ ഹാർഡ്, HARD. ഹാർഡ്, typically green stone used for ornaments. A typically hard green stone used for ornaments. Yes, Sudhi, correct answer. Sudhi, Tansia and Ansu. Sudhi, Tansia and Ansu. Yes, JD30, JD എന്നൊക്കെ പറഞ്ഞിട്ട് പല നമ്പറുകളുണ്ട്. യെസ്. അടുത്തത്. എ കൺട്രി നോൺ ആസ് ദ ലാൻഡ് ഓഫ് റൈസിംഗ് സൺ. ശ്രുതി, താൻസിയ, ആൻസു. ശ്രുതി, താൻസിയ ആൻഡ് ആൻസു. കറക്റ്റ് ആൻസർ ആണ്. റൈസിംഗ് സൺ, ഉദയസൂര്യന്റെ നാട് എന്ന പേര് അറിയപ്പെടുന്നത് ജപ്പാനാണ്. യെസ്. അടുത്തത്. എ വൈഡ് മൗത്ത്, MOUTHED. A wide mouthed container used especially for storing food. Sudhi, Tansia, Ashley. Sudhi, Tansia and Ashley. Correct ആണ് അഞ്ജന. Correct ആണ് Kira. Yes. The answer is jar. Yes. അടുത്തത്. A type of music of American origin. A type of music. ഞാൻ എങ്ങനെയാണ് പറയുന്നത്? വിഘ്നേഷ് ശ്രുതിക്ക് മുമ്പ് പറഞ്ഞത് ആരാണ്?
വിഘ്നേഷിനും ശ്രുതിക്കും മുമ്പ് ജാസ് എന്ന് പറഞ്ഞ ആരാണ്? താൻസിയ അല്ലേ? യെസ് 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 യെസ്. ആൻസോണ. യെസ്. ഓക്കെ 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 യെസ്. എങ്കിലും ഞാൻ ആ ചോദ്യം നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ടൊന്ന് പറയുകയാണ്. എ ടൈപ്പ് ഓഫ് മ്യൂസിക് ഓഫ് അമേരിക്കൻ ഒറിജിൻ usually with a forceful rhythm, that is jazz. അടുത്ത ക്രോസ്, CROSS, or അല്ലെങ്കിൽ walk in the street or road. Once again, cross or walk in the street or road unlawfully or without regard for approaching traffic. അതിനൊരു പേര് പറയും. Cross or walk in a street or road unlawfully or yes, Tansia, very good. You are right. Tansia, you were the first to say. Tansia, Hira, and Anjana. Anjana നേരത്തെ പറഞ്ഞിട്ടില്ല അല്ലേ? കറക്റ്റ് ആൻസർ ആണ്. ആൻസർ ഈസ് ജയ് വാക്കിംഗ്. നിയമങ്ങളൊക്കെ അനുസരിക്കാതെ തോന്നിയ പോലെ നടക്കുന്ന, റോട്ടിൽ കൂടി നടക്കുന്ന പറയുന്ന പേരാണത്. യെസ്. അടുത്തത് ഓക്കെ ശ്രുതി. എ ലൈറ്റ് സ്പിയർ, SPEAR, സ്പിയർ thrown in a competitive sports. Anu, Ansu, Tansia, Vignesh. Ansu, Tansia, and Vignesh. Correct answer ആണ്. Actually, Hira, correct answer ആണ്. The answer is javelin. Javelin throw. കേട്ടിട്ടുണ്ടാവുമല്ലോ, javelin. അടുത്തത് എ ഹോളിവുഡ് സൂപ്പർസ്റ്റാർ ഫ്രം ചൈന. ജെയിംസ് ബോണ്ട് ചൈനയാണോ? ആൻസു ചൈന. എനിക്ക് സംശയമുണ്ട്. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ് ആര്യ പറഞ്ഞത്. ആര്യ, ശ്രുതി, താൻസിയ. ആര്യ നേരത്തെ വന്നിട്ടില്ലേ? ആര്യ, ശ്രുതി ആൻഡ് താൻസിയ. യെസ്, ചാക്കി ചാ. ഓക്കെ, ആൻസർ കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. അടുത്തത് a medical condition where the symptoms include, I will repeat, a medical condition where the symptoms include the skin of, okay, Vignesh, Sudhi, Tansiya. Vignesh, Sudhi and Tansiya. യെസ്, കറക്റ്റ് ആണ്. എങ്കിലും ഞാൻ ചോദ്യം ഒന്ന് വെറുതെ ഒന്ന് ആവർത്തിച്ചേക്കാം. ഓക്കെ, ആൻസർ എ മെഡിക്കൽ കണ്ടീഷൻ വെയർ ദ സിംപ്റ്റംസ് ഇൻക്ലൂഡ് സ്കിൻ ഓർ ഐസ് ടേണിംഗ് യെല്ലോ, ജോണ്ടിസ്. ഓക്കെ 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 ഓക്കെ. അടുത്തത് എ സിമ്പിൾ ആൻഡ് പവർഫുൾ കമ്പ്യൂട്ടർ ലാംഗ്വേജ്. Hira, Sudhi,
Anseli, Hira, Sudhi, and Anseli. Ashley, sorry. Yes. Ansu. Yes. Okay. Yes. That is the answer is okay. Actually, answer. Yes. The answer is Java. Java simple but powerful. Yes. A considerably large tropical fruit. A considerably large tropical fruit. Tansia Vignesh answer. Tansia Vignesh and answer. The answer is jackfruit. Correct answer. Correct answer. To inject, INJECT, to inject someone with a vaccine. To inject someone with a vaccine. And a to inject someone with a vaccine. Yes. Okay. വേറൊരു പേരാണ് ശ്രുതി. ജെറ്റ് അല്ല, ജെ കഴിഞ്ഞിട്ട് എ ആണ്. ആ ആരും പറഞ്ഞില്ല ഞാൻ ആഷ്ലിക്ക് തരാം കേട്ടോ. ആഷ്ലി തൻസിയ, ജാബൻ JAB ആണ്. ആര്യ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. ആഷ്ലി, തൻസിയ, ആര്യ. യെസ്, JAB. അടുത്തത് unable to move or become stuck, especially in traffic. അതിനൊരു പേര് പറയും. എന്താണ്? ഓക്കെ. വിഘ്നേഷ്, അഞ്ജന, ശ്രുതി. വിഘ്നേഷ്, അഞ്ജന ആൻഡ് ശ്രുതി. ഓക്കെ. അപ്പോ നിങ്ങളുടെ ആൻസറുകൾ കറക്റ്റ് ആയിരുന്നു. ഞാൻ ഇനി ചോദ്യത്തിന്റെ പാറ്റേൺ ഒന്ന് മാറ്റുകയാണ്. അടുത്ത ക്വസ്റ്റ്യന്റെ ആൻസറിന്റെ ഫസ്റ്റ് ലെറ്റർ ഡി ആണ്, ഡോഗ്. രണ്ടാമത്തെ ലെറ്റർ O ആണ്, ഓറഞ്ച്. DO കേട്ടോ. യെസ്. ഓക്കെ, വെരി ഗുഡ്. DO, ഡു. യെസ്. ക്വസ്റ്റ്യൻ നമ്പർ 1 അതിൻ്റെ അകത്ത് ഇതിന്റെ കൂടെ രേഖപ്പെടുത്തിയേക്കാം. The way enter or exit a room. ആഷ്ലി, ഹീര, പിന്നെ ആരായിരുന്നു? ആഷ്ലി, ഹീര, തൻസിയ. യെസ്. ശ്രുതി ഉണ്ടായ? യെസ്. അപ്പോ നമുക്ക് പറയാം ദാറ്റ് ഈസ് ഡോർ. സിമ്പിൾ ആണ്. ഞാൻ ആദ്യം ഒരു സിമ്പിൾ ചോദിച്ചതാണ്. ഓക്കെ. ആൻസർ. അടുത്തത് സംതിങ് ഫോംഡ്, FORMED, formed in the body, also known as happy hormone. Something formed in the body is also known as happy hormone. Okay, Vignesh, Sudhi, Tansier. Vignesh, Sudhi, and Tansier. Yes, very good. Okay. Dopamine.
അടുത്തത് ഞാനൊരു മീനിങ് ആണ് പറയുന്നത്, നിങ്ങൾ എന്റെ വൺ വേർഡ് പറഞ്ഞാൽ മതി. ടേക്ക് കൺട്രോൾ ഓഫ് സംവൺ വിത്ത് പവർ ഓർ ഇൻഫ്ലുവൻസ്. ഓക്കെ, ആൻസു, താൻസിയ, സുധി. ആൻസു, താൻസിയ ആൻഡ് സുധി. ഡൊമൈൻ അല്ലെങ്കിൽ ഡോമിനേറ്റ്, രണ്ട് വാക്കും പറയാം. ഡോമിനേറ്റ്. യെസ്. അടുത്തത് ഒരു മീനിങ് ആണ്, അതിന്റെ വൺ വേർഡ് പറഞ്ഞാൽ മതി. ഗിവ് ടു അതേഴ്സ് unconditionally or as a charity. Ansu, Tansia, Vignesh. Ansu, Tansia and Vignesh. Correct answer ആണ്. അതിനാണ് നമ്മളെന്ത് പറയുന്നത്, സംഭാവന ചെയ്യുക എന്ന് പറയുന്നത്. That is called donate. DO. അടുത്തത് എ പോപ്പുലർ ഡിസ്നി കാർട്ടൂൺ ക്യാരക്ടർ. ഡോറ. ഓക്കെ, ആഷ്ലി, താൻസിയ. ആഷ്ലി, താൻസിയ, പിന്നെ വേറെ ആരാണ്? ഡൊണാൾഡ് ഡക്ക്. ഡോറ. ഡൊണാൾഡ് ഡക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്, കുഴപ്പമില്ല എന്നാലും. അപ്പൊ ആൻസിലിയും ചാൻസിയും കൂടെ പിന്നെ ആരാ പറഞ്ഞ? ഹീര. യെസ്. ഓക്കെ. ശ്രുതിയുണ്ട്. യെസ്. അടുത്തത് എ പ്ലേസ്, PLACE, പ്ലേസ് for loading and unloading materials on ship. Loading and unloading materials on ship. ഡോക്യുമെന്റ് അല്ല, ഒന്നുകൂടെ ഒന്ന് ചെറുതാക്കാൻ പറ്റുമോ ഹീര? ആര്യ, ആഷിലി, ശ്രുതി. ആര്യ, ആഷിലി ആൻഡ് ശ്രുതി. ഡോക്കാണ്. ഹീരൊക്കെ തന്നിട്ടുണ്ട്. ഹീരയാണ് ആദ്യം പറഞ്ഞത്. യെസ്. അപ്പൊ ഡോക്ക് എന്നുള്ളത് ഡോക്യുമെന്റ് ആയിപ്പോയത്. ഡോക്ക്, DOC, ഡോക്ക് യാർഡ്. യെസ്. അടുത്തത് ഡ്രോ, DRAW, ഡ്രോ. Draw pictures or patterns. Draw pictures or patterns on something while thinking about something else. Draw. Actually, Tansia, Sudhi. Actually, Tansia and Sudhi. Correct. Yes. Dodi. Yes. Symbol. Someone you go to when you are sick. Ansu, Vignesh, Hira. Ansu, Vignesh and Hira. Okay, that is very simple. Okay. Next, that is also very simple. A very faithful pet. Tansia, Sudhi, Ansu. Tansia, Sudhi and Ansu. The answer is correct. The answer is dog. 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 അടുത്തത് GK ആണ്. The capital city of Qatar. Ansu, Sudhi, Alia.
Ansu, Sudhi, Arya. Okay. The answer is correct. The answer is Doha. The answer is Doha. Yes. Popular South Indian food. Popular South Indian food. Ansu, Vignesh, Pinarelu. Ansu, Vignesh, Sudhi. Yes. ഞാൻ ചോദ്യം മുഴുവനാക്കിയില്ല. എവിടെയെങ്കിലും നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ചോദ്യം ഒന്ന് മുഴുവനാക്കാം. പോപ്പുലർ സൗത്ത് ഇന്ത്യൻ ഫുഡ് സെർവ്ഡ് വിത്ത് കോക്കനട്ട് ചട്നി. പോപ്പുലർ സൗത്ത് ഇന്ത്യൻ ഫുഡ് സെർവ്ഡ് വിത്ത് കോക്കനട്ട് ചട്നി. ദാറ്റ് ഈസ് കോൾഡ് ദോശ. ഓക്കെ, അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാനിപ്പിച്ചിട്ട് പോയിന്റുകൾ പറയാം. ഇന്നിപ്പോ വലിയ പോയിന്റുകളൊക്കെ നമുക്ക് കിട്ടിയിരിക്കുന്നു തോന്നുന്നത് കണ്ടിട്ട്. യെസ്, അപ്പം അഞ്ജന 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ആര്യ 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 4 പോയിന്റ്. ഹീര 8 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 8 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ആഷിലിക്കും 8 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 8 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. വിഘ്നേഷിന് 11 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 11 പോയിന്റ്. ആൻസുവിന് 13 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. യെസ്, അടുത്തത് ശ്രുതി. ശ്രുതിക്ക് 19 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അടുത്തത് ആൻസിയക്കും 19 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. കുറഞ്ഞ പോയിന്റ് ലഭിച്ചവർക്കും കൂടുതൽ പോയിന്റ് ലഭിച്ചവർക്കും ആദ്യം പറഞ്ഞവർക്കും വൈകി പറഞ്ഞവർക്കും ഒരുപോലെ അഭിനന്ദനങ്ങൾ. We will meet tomorrow. Okay, Sudhi, have a nice day. Okay. വലയിൽ വീണ കിളി